എന്തോന്ന് കൊന്നു? എടി, ഈ ഫ്ലാറ്റിൽ മേജർ ഷെയർ നിനക്കാ. ഏത് വകുപ്പില്? 40 ലക്ഷം 40 ലക്ഷം. അതിൽ എന്റെ 40 ലക്ഷം നിന്റെ അപ്പന്റെ അബ്കാരി കള്ളപ്പണം കൊണ്ട് മേടിച്ചിട്ട് വളയും മാലയും കമ്മലും വിറ്റുണ്ടാക്കിയത് പോലല്ല. എന്റെ അപ്പന്റെ സ്റ്റുഡിയോ വിറ്റുണ്ടാക്കിയത്. അത് എന്റെ അപ്പന്റെ സ്റ്റുഡിയോ. അത് എന്ന് വെച്ചാ ഏതോ ഒരു പുരാവസ്തു. പുരാവസ്തുവാ? എടി 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 എടി, റബ്ബർ പാല് മാത്രം കുടിച്ചു വളർന്ന ഇതുപോലൊരു ജന്തുവിന് ഒരിക്കലും എന്റെ അപ്പച്ചന്റെ സ്റ്റുഡിയോയുടെ വില മനസ്സിലാകത്തില്ല. പറഞ്ഞു മോളെ ഞാൻ അങ്കിൾ, അയ്യോ അങ്കിൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണം. ഇയാൾ ഇവിടെ കിടന്ന് ഇനി ഉടക്കുണ്ടാക്കാൻ നോക്കിയാ നോക്കിയേ, ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ മുംബൈ പോലീസിന്റെ അമ്മയുടെ മക്കളല്ലേ? എന്താ കാണണോ? കാണണം. എന്നാ നീ ഞാൻ ഇപ്പൊ കാണിക്ക്. വിളിക്കട്ടെ? പിന്നെ ഞാൻ വിളിച്ച പോലീസിനെ. അന്ന് ഞാൻ വിളിക്കാം. ദേ അത്യാവശ്യം അന്തസ്സായിട്ട് നടക്കുന്ന ഒരു ഫ്ലാറ്റായത്. ഇവിടെ പോലീസിനെ പട്ടാളത്തെയൊക്കെ വിളിച്ചു വരുത്തിയാൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും അങ്ങ് പുറത്തു പോണ്ടി വരും. പറഞ്ഞേക്കാം മോളെ, എന്തായാലും ഈ കേസിന്റെ തീർപ്പ് വരുന്നത് വരെ നിങ്ങൾ ഇതുവരെ കഴിഞ്ഞ പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോ. ഇതൊന്നും മധ്യസ്ഥം പറയുമെന്നാ ഞാൻ എന്തിനാ ഇവിടെ വിളിച്ചോണ്ടോന്ന്? അവളുടെ കൂടെ പോണു. എന്താ ഇത്രയും സ്പേസ്, ഇതിനപ്പുറത്തേക്ക് കടക്കാൻ പാടില്ല. കിച്ചണും ബാത്റൂമും കോമൺ. കിച്ചണും ബാത്റൂമും കോമൺ. ഇതിനപ്പുറത്തോട്ട് കടക്കാനും പാടില്ല. അപ്പൊ ഞാനെങ്ങനെ ബാത്റൂമിൽ പോവും? പറക്കുവോ? അത് പിന്നെ അത്തരം സാഹചര്യങ്ങളിൽ വേണമെങ്കിൽ കടക്കാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം. കണ്ടോ കണ്ടോ, ഇതാണ് ഞങ്ങൾ രണ്ടുപേരും പിരിയാനുള്ളതിന്റെ മെയിൻ കാരണം. അയ്യേ, ഇതാണോ കാരണം? പിന്നെ ഉപയോഗിക്കുന്ന ലൈറ്റ്, ഗ്യാസ്, വെള്ളം, ഇതിന്റെയൊക്കെ പകുതി പൈസ ഇയാൾ എനിക്ക് തരണം. അല്ല, അതവൻ തന്നോളൂ. ഉറപ്പാണേ? ഞാനും പോകാം. ഹലോ, എന്തു പണി? ഇയാൾ എന്തിനോ വന്നത്? അവള് രണ്ടും കൽപ്പിച്ചിട്ടാ. അതുകൊണ്ട് എമ്മനും തടുക്കാൻ പറ്റില്ല. മാധവ,